ഹലോ, എല്ലാവർക്കും മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്നത് ഒരു യൂണിഫോം കോട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ആദ്യം തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇടുക. രണ്ട് തേരുവെളുമ്പ് നമുക്ക് നമ്മുടെ സൈഡിൽ വരത്തക്ക രീതിയിൽ മടക്കി ഇട്ടിട്ട് ഇറക്കം മാർക്ക് ചെയ്തതിന് ശേഷം പടി മടക്കി അടിക്കാനായിട്ടൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. 4 ഇഞ്ച് ആണ് പടിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നമുക്ക് അകത്തോട്ട് മടക്കി വെക്കുന്നതാണ്. അപ്പോൾ ആ നെക്ക് കൂടെ അതിനകത്ത് കവർ ചെയ്ത് വരണം. എന്നിട്ട് ഇറക്കം മാർക്ക് ചെയ്യണം. ഇറക്കം കണ്ട് ഇതിനകത്ത് ഇങ്ങനെ ചരിഞ്ഞ് ഇരിക്കുന്നെങ്കിലും ചരിഞ്ഞതല്ല, അത് നേരെയാണ്. വീഡിയോ നമ്മുടെ എടുക്കുമ്പോൾ ക്യാമറ വെച്ചേക്കുന്നത് അങ്ങനെ നമ്മുടെ ബാക്ക് സൈഡിലായതുകൊണ്ട് ചരിഞ്ഞതുപോലെ തോന്നുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഷോൾഡറിൻ്റെ താഴ്ച 1 ഇഞ്ച് മാർക്ക് ചെയ്യണം. പിന്നെ കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ റിഗാളിൻ്റെ അളവിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചങ്ങ് മാർക്ക് ചെയ്താൽ മതി. പിന്നെ നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13-14 ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്യണം. അതായത് വയറിൻ്റെ ഭാഗത്ത് നമുക്ക് ചെറിയ ഒതുക്കം എടുക്കാൻ വേണ്ടി, ഷേപ്പ് ചെയ്യാൻ വേണ്ടി. ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടതും അതേപോലെയാണ്. ഷോൾഡറിൻ്റെ അളവെന്ന് പറയുന്നത് ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചും കിട്ടാൻ മതി. പിന്നെ ഷോൾഡർ ചരിവാണ് നമ്മൾ 1 ഇഞ്ച് എടുത്തേക്കുന്നത്. 1.25 ആയാലും കുഴപ്പമില്ല, 1 ഇഞ്ച് മതി, കോട്ടല്ലേ. പിന്നെ നമ്മൾ കഴുത്തകലം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ അളവിൻ്റെ 5-1 എടുത്താൽ മതി. അതാണ് ഒരു എളുപ്പമാർഗ്ഗം. ഒരു 4.5 ഇഞ്ച് അതിൻ്റെ താഴ്ച, 4 ഇഞ്ച് മതി. 4 ഇഞ്ച് താഴ്ച, 3.5-4 ഇഞ്ച് താഴ്ച. നെക്കിൻ്റെ അകലം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ അളവിൻ്റെ 5-1 എന്നിട്ട് അതിങ്ങനെ സ്ക്വയർ പോലെ ഒന്ന് വരച്ചതിന് ശേഷം വലിയ റൗണ്ട് ആക്കാതെ ഒരു ഓവൽ ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഷോൾഡറുകൾ തമ്മിൽ കഴുത്തിൻ്റെ എൻഡും ഷോൾഡറിൻ്റെ നമ്മുടെ ചായവ് ചരിച്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് തമ്മിൽ വരയ്ക്കുക. പിന്നെ വണ്ണം മാർക്ക്. വണ്ണത്തിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്തിട്ടുള്ള വണ്ണത്തിൻ്റെ കൂടെ ഒരു 6 അല്ലെങ്കിൽ 7 ഇഞ്ച് അധികം ഇട്ടിട്ട് അതിൻ്റെ 4-1 എടുക്കുക. 4-1 ഇട്ട് മാർക്ക് ചെയ്തിട്ട് വീണ്ടും 1 ഇഞ്ച് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുക. അതേപോലെ തന്നെ സെൻറ്റർ ഭാഗത്തും സെൻറ്ററിൻ്റെ വണ്ണം എടുക്കുക. വണ്ണം എടുത്തിട്ട് നമ്മൾ അധികം ഇടണം. ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് അധികം ഇട്ടിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. താഴെ ബോട്ടം മാർക്ക് ചെയ്യുന്നത് അതേപോലെ നമ്മുടെ ചെസ്റ്റിന് എത്ര ആണോ എടുത്തിട്ടുള്ളത് ആ ചെസ്റ്റിൻ്റെ അതേ മാർക്ക് തന്നെ താഴെ ചെയ്തിട്ട് ബോട്ടത്തിൽ ചെയ്തിട്ട് അവിടുന്ന് ഒരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യണം. കൈക്കുഴി ഇങ്ങനെ നമ്മൾ സ്ലീവ്ലെസ് കോട്ടാണ് തയ്ക്കുന്നത്. എന്നിട്ട് നമുക്കങ്ങനെ ഷേപ്പ് വരയ്ക്കാം. നമ്മൾ ആ മാർക്ക് ചെയ്തേക്കുന്ന മാർക്കുകൾ തമ്മിൽ ഓക്കെ. സ്കെയിൽ വേണ്ട ബോട്ടം സെൻറ്ററിൽ നിന്ന് ബോട്ടത്തിലോട്ടുള്ള ഇങ്ങനെ തിരിച്ച് വെക്കണം സ്കെയിൽ. അപ്പോൾ ഒരു ചെറിയ ഇത് കിട്ടും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിൻ്റെ മാർക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് കട്ട് ചെയ്യുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ആ പടിയുടെ അടുത്ത് വരെ കഴുത്തിൻ്റെ നെക്കിൻ്റെ ആ എൻഡ് വരെ കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്യുക. ബോട്ടൺ നേരെ ചെയ്തില്ലായിരുന്നു. ബോട്ടൺ 2 വട്ടം മടക്കിയിട്ട് ചെറിയ തുമ്പുണ്ടായിരുന്നു. എന്നിട്ട് ഇതേപോലെ ആ 2 പീസ് കൂടെ അങ്ങ് മടക്കണം. ഫ്രണ്ടിന് 2 പീസ് നമ്മൾ ആ മാർക്ക് ചെയ്തല്ല 4 ഇഞ്ച് അകത്തോട്ടങ്ങ് മടക്കി വെക്കണം. മടക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്തായാലും മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് കട്ടിങ് അങ്ങ് നടക്കും. എന്നിട്ട് കഴുത്ത് അങ്ങനെ കട്ട് ചെയ്തിങ്ങെടുക്കുക. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റണം. എന്നിട്ട് ഷോൾഡർ കട്ട് ചെയ്തു. ബോട്ടം എനിക്കങ്ങനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് പോകാൻ അവിടെ സൗകര്യക്കുറവുണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്യാമറ വെച്ചേക്കുമല്ലേ, ഫോൺ അങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരെ കട്ട് ചെയ്ത് ഷോൾഡർ കട്ട് ചെയ്തതിന് ശേഷം കൈക്കുഴി കട്ട് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. ഉണ്ടോ? അപ്പോൾ നൂത്തിടുമ്പോൾ ഇതേപോലെ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഒരു 1.5 ഇഞ്ച് വേണം. അത് നെക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തോട്ടാണ് നമ്മൾ കോളർ പിടിപ്പിക്കുന്നത്. നെക്ക് പോലെ നമ്മൾ മടക്കി വെക്കണമല്ലോ, ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു മടക്ക് വരും. അതിന് വേണ്ടി ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് മതി. 1.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബോട്ടത്തിൽ നിന്നും മാർക്ക് ചെയ്യണം. ബാക്കി നമ്മൾ ഈ ലൈനുകൾ നമ്മൾ വരച്ചിട്ടുള്ള വരകളെല്ലാം ആണ് കട്ട് മാർക്ക് ഇട്ടേക്കുന്നത്. ബോട്ടത്തിൽ നിന്നൊരു നമ്മൾ ബോട്ടം മടക്കി അടിക്കാനുള്ളത് കൂടാതെ ഒരു 2 ഇഞ്ച് കൂടെ മുകളിലോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ബാക്ക് പീസ് കട്ട് ചെയ്യണം. ആ പീസ് അതേപോലെ തന്നെ തിരിച്ചും കെട്ടാം. തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കട്ട് ചെയ്ത് എടുത്ത് അതേപോലെ വെക്കുക. അതേപോലെ വെക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ നേരത്തെ ഷർട്ട് കട്ട് ചെയ്യാൻ വെച്ച അതേപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പീസ് ഇങ്ങോട്ട് തള്ളിക്കിടക്കണം. ഉള്ളിലായിരിക്കണം ബാക്ക് പീസ് ഇരിക്കേണ്ടത്. 1/2 ഇഞ്ച് അകത്തിരുന്നാൽ മതി. അവിടെ നമുക്ക്
ഷോൾഡർ നമ്മളിതിനകത്ത് ഷോൾഡറോട് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെക്കുമല്ലേ. അപ്പോൾ ഷോൾഡറിൻ്റെ നമ്മൾ അധികം ഇടണം. ഒരു 2 ഇഞ്ച് അധികം ഇട്ട് വേണം ഷോൾഡർ കട്ട് ചെയ്യാൻ. അങ്ങനെ ഷോൾഡറിൻ്റെ അധികം 2 ഇഞ്ച് ചായ്വനുസരിച്ച് ഷോൾഡർ നമ്മൾ ചരിച്ചല്ലേ കട്ട് ചെയ്തേക്കുന്നത്, അങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത് ബാക്കിൽ ആ കഴുത്തകലം മാർക്ക് ചെയ്യുന്നത് നമ്മൾ മറ്റേ നേരത്തെ ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത പോലെ 5-1 മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് താഴ്ച ഇടുക ബാക്ക് കഴുത്തിൻ്റെ. 1.5 ഇഞ്ച് ബാക്ക് കഴുത്ത് ഇട്ടിട്ട് ചെറുതായിട്ടൊരു റൗണ്ട് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ എത്രയാണോ ചരിവ് വരുന്നത് അതേപോലെ തന്നെ ബാക്ക് പീസിൽ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതേപോലെ കഴുത്ത് മാർക്ക് ചെയ്യും. കഴുത്തല്ല, റിഗാൾ മാർക്ക് ചെയ്യണം. റിഗാൾ മറ്റേ ഫ്രണ്ട് പീസിൻ്റെ അതേപോലെ കട്ട് ചെയ്ത് ഒരു സ്വല്പം നികത്തിയിട്ടായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയെല്ലാം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ അതേ അളവിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് ഇച്ചിരി വീഡിയോ ലെങ്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി സ്പീഡിന് ഓടിച്ച് വിടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമായി പോകും. 2 വിധത്തിൽ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നതിനകത്ത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഫ്രണ്ട് പീസേൽ ഒരു അര ഇഞ്ച് താഴോട്ട് തയ്യൽ തുമ്പിൻ്റേത് ഒന്ന് മാർക്ക് ചെയ്യുക. ഞാനതാ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പീസിൻ്റെ ഷോൾഡർ അതേപോലെ ഇങ്ങോട്ട് മടക്കി വെക്കണം. മടക്കി വെച്ചിട്ട് അധികം ഉള്ളതൊന്ന് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ മടക്കിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങണം. ഫ്രണ്ട് പീസ് മൊത്തം റിഗാൾ എത്ര ഉണ്ടോ നോക്കണം. അതേപോലെ ബാക്കിലും കിട്ടണം കറക്റ്റ്, എങ്കിലേ നമുക്ക് ആ സെൻറ്റർ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സ്വല്പം കുറവാണ് ബാക്ക്, അതുകൊണ്ടാണ് ഒരു സ്വല്പം കൂടെ കട്ട് ചെയ്ത് കളയുന്നത്. ഷോൾഡർ കുറഞ്ഞു പോകരുത്, ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം. ഉള്ളിലോട്ടുള്ള ആ നികത്തി നമ്മൾ കട്ട് ചെയ്തായിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അവിടെ ഒരു ശകലം കയറി നിൽക്കുന്നത് കട്ട് ചെയ്യുന്നതാണ്. ഓക്കെ. എന്നിട്ട് നേരത്തെ പോലെ നമ്മുടെ തയ്യൽ തുമ്പുകളെല്ലാം മാർക്ക് ചെയ്യണം. സെൻട്രലത്തേത് മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബോട്ടം ഭാഗത്തേത് മാർക്ക് ചെയ്യണം. ബോട്ടം ഭാഗം നമുക്ക് അതേപോലെ മുകളിലോട്ടൊരു സ്ലിറ്റ് പോലെ ചെയ്യാനുള്ളതല്ലേ. ഞാൻ മുകളിലത്തെ പീസിൻ്റെ അതേ തയ്യൽ തുമ്പ് തന്നെ താഴെയുള്ള പീസുകളിലും മാർക്ക് ചെയ്തേക്കണം. അന്നേരം നമുക്ക് തയ്ക്കാൻ എളുപ്പമായി. ഏത് പീസാണോ പുറമേ വരുന്നത് ആ മാർക്ക് അവിടെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്യണം. ഫ്രണ്ടിലും ബാക്കിലും ടക്ക് മാർക്ക് ചെയ്യണം. അതിന് അതേപോലെ തന്നെ പീസ് അങ്ങോട്ട് മടക്കി നമ്മൾ ആ തയ്യൽ തുമ്പ് കൂടാതെ ഇട്ടിട്ടുള്ള മാർക്കിംഗ് ഉണ്ടല്ലോ, ഫസ്റ്റ് മാർക്കിംഗ്. ആ ഫസ്റ്റ് മാർക്കിങ്ങിലോട്ട് ഫ്രണ്ട് പടി എടുത്ത് വെക്കുക, ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം റിഗാളിനേക്കാൾ 1 ഇഞ്ച് താഴോട്ട് നിൽക്കണം. റിഗാളിനേക്കാൾ 1 ഇഞ്ചോടെ താഴോട്ട് നിർത്തിക്കൊണ്ട് ബോട്ടത്തിനൊരു 4 ഇഞ്ച് മുകളിലോട്ട് ടക്ക് മാർക്ക് ചെയ്താൽ മതി. കണ്ടോ? എന്നിട്ട് സൂചി വെച്ച് ഈ മാർക്കിങ് കുത്തിക്കഴിഞ്ഞാൽ 2 പീസേൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഫ്രണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ സൂചിയുടെ പാട് വരുന്നിടത്ത് വീണ്ടും നമ്മൾ മാർക്ക് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അന്നേരം പിന്നെ തച്ചുകൊണ്ടിരിക്കുമ്പം തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ വേണം ബാക്കിലും മാർക്ക് ചെയ്യാൻ. ബാക്കിലും അതേപോലെ തന്നെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് നഖം കൊണ്ടൊന്ന് പോറിയതിന് ശേഷം ആ റിഗാളിനേക്കാൾ ഒരു ഇഞ്ചൂടെ താഴോട്ട്, ഒരു 7-8 ഇഞ്ചൊക്കെ മതിയാവും താഴോട്ടുള്ള ഈ ടക്കിൻ്റെ നീളം. സൂചി കൊണ്ട് അതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുമ്പോൾ വ്യത്യാസം വരില്ല, കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പരമാവധി നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം. നമുക്ക് ഇനി തയ്ക്കാം. എങ്ങനെയാണ് ആ കൂട്ട് തയ്ച്ചെടുക്കുന്നത് നോക്കാം. നമ്മൾ കട്ട് ചെയ്ത കട്ടിങ് എടുത്തു. ഫ്രണ്ട് 2ആയിട്ട് എടുക്കുക. ഫ്രണ്ട് സൈഡാണല്ലോ. ആദ്യം തന്നെ പടി മടക്കണം നല്ലപോലെ. ഇപ്പോൾ 2 രീതിയിലാണ് നമ്മൾ നെക്ക് കോളറിനകത്ത് അറ്റാച്ച് ചെയ്യാനും അതിൻ്റെ ബോട്ടം തയ്ക്കുന്നതും എല്ലാം പറഞ്ഞു തരുന്നത്. ഈ ഒരു പീസിൽ തന്നെ അങ്ങ് പറഞ്ഞു തരുവാണ്. അപ്പോൾ അതുകൊണ്ട് അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കണം. ഉണ്ടോ? അങ്ങനെ മാർക്ക് ചെയ്യുക എന്നാൽ നമ്മൾ നെക്ക് 1.5 ഇഞ്ചിൻ്റെ നമ്മൾ നെക്കിൻ്റേത് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇതാണ് ആദ്യം നമ്മൾ നെക്ക് അടിക്കേണ്ടത്. ആദ്യം അത് മടക്കിയതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് ഒരു 4 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ട് തയ്ച്ചിട്ട് വേണം പടിയുടെ അടുത്തോട്ട് തയ്ച്ചിറക്കാൻ.
അതേപോലെ തന്നെ തിരിച്ചും മറിച്ചും വേണം ചെയ്യാൻ. അപ്പോൾ അത് നെക്ക് പോലെ വരും. അതായത് വ്യക്തമായിട്ട് കാണാൻ വയ്യാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ആ എൽ ഷേപ്പിൽ വരുന്ന ഭാഗം, കോർണർ വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കത്രിക കട്ട് ചെയ്യുക. ത്രെഡ് നമ്മൾ തയ്ച്ച് വെച്ചേക്കുന്ന ഭാഗം കട്ടാവാതെ ശ്രദ്ധിക്കണം. തയ്യൽ കത്രികപ്പെടരുത്. അങ്ങനെ തിരിച്ചിട്ടിട്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ നെക്ക് പോലെ വരും. കത്രിക കൊണ്ട് കുത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. സൂചി കൊണ്ട് കുത്തുന്നതായിരിക്കും നല്ലത്. കത്രിക കൊണ്ട് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കീറി അങ്ങ് പോകാനും മതി. ഓക്കെ, അതുകൊണ്ട് ആ നെക്ക് പോലുള്ള ഭാഗം എത്തി. ഇതിനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു തയ്ക്കുന്നത് അടുത്തതിന് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റിലാണത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇനി നമുക്ക് ആ ഫ്രണ്ടിലത്തെ ടക്ക് ഇടണം. ടക്ക് ആദ്യമേ നേരത്തെ ബ്ലൗസിനൊക്കെ ടക്ക് ഇടുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യം ഓരത്തൂടെ ചെറുതായിട്ട് തുടങ്ങി ഒരു 1/4 ഇഞ്ച് സെൻറ്ററിൽ പോകണം. 1/4 ഇഞ്ച് കൂടുതൽ, 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് പോയാലും കുഴപ്പമില്ല. സെൻറ്ററിൽ ഒരു വള്ളത്തിൻ്റെ ഷേപ്പിലായിരിക്കണം. അങ്ങനെ തെച്ചെടുക്കുക. ഫ്രണ്ട് രണ്ടും തെച്ചതിന് ശേഷം ആ തുമ്പ് ബാക്കിലോട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ബാക്കിലോട്ട് വെച്ച് നമ്മൾ കൈ കൊണ്ടൊന്ന് പോറി വെച്ചേക്കണം. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ പിന്നീട് അങ്ങ് റെഡി ആയിക്കോളും. ഇനി ബാക്ക് പീസ് എടുക്കണം. ബാക്ക് പീസ് നമ്മൾ ഫ്രണ്ട് പീസിനേക്കാൾ ഒരു 2 ഇഞ്ച് കൂടെ അധികം ഇട്ടാണ് മുകളിലത്തെ ഷോൾഡർ കട്ട് ചെയ്തേക്കുന്നത്. അതിൻ്റെ ടക്ക് ആദ്യം തന്നെ അങ്ങ് അടിക്കണം. വീഡിയോ അവസാനം വരെ കാണാൻ ആരും മറക്കരുത്. അവസാനം വരെ കണ്ടെങ്കിൽ 2 രീതിയിലും തയ്ക്കുന്നത് കാണാൻ പറ്റുള്ളൂ. അവസാനം വേറെ ചെറിയ പീസിൽ ഞാൻ അതേപോലെ തയ്ച്ച് കോളർ വേറെ രീതിയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് ജോയിൻ്റ് ചെയ്യണം. ഫ്രണ്ടും ബാക്കൂടെ ജോയിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ പടി പോലെ വെച്ചിട്ടുള്ള അധികം മുകളിലോട്ട് കിടക്കുന്ന പീസ് മാറ്റി വെച്ചിട്ട് വേണം. ഷോൾഡർ പീസ് 2, ബാക്കിൻ്റെ പീസും ബാക്കിൻ്റെ ഷോൾഡറും ഫ്രണ്ടിൻ്റെ ഷോൾഡറും മാത്രമേ ജോയിൻ്റ് ചെയ്യാവൂ. അതുകൊണ്ട് ആ പീസ് അങ്ങ് മാറ്റിയേക്കണം. ആ വാല് പോലെ കാണുന്ന ഒരു ചെറിയ പീസ് നമുക്ക് കോളർ വെക്കുമ്പം അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അത് വെച്ചടിക്കരുത്. അതിനുശേഷം ഓവർലോക്ക് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഓവർലോക്ക് ചെയ്യാം. മുകളിൽ കൂടെ പതിച്ച് ചെയ്യേണ്ടവർക്ക് പതിച്ച് തയ്ക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. ഞാനിതിപ്പോൾ ഓവർലോക്ക് ചെയ്തത്. ഇനി സ്ലീവ്ലെസ് ആണ്. സ്ലീവ്ലെസ് ഇതാകുമ്പോൾ അതിൻ്റെ റിഗാൾ നമുക്ക് പൈപ്പിംഗ് വെക്കണം. ഞാൻ പൈപ്പിംഗ് നേരത്തെ തന്നെ ക്രോസ് പീസാണ്. ക്രോസ് പീസ് എടുത്തേ ചെയ്യാവൂ. ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അതും 2 രീതിയിൽ ചെയ്യാം. ആദ്യം ഇതിന് 2 സ്ലീവിന് 2 രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ നല്ല സൈഡ് വെച്ചിട്ട് ചീത്ത സൈഡിലോട്ട് തയ്ച്ച് മറിക്കുവാണ്. നമ്മൾ ആ പൈപ്പിംഗ് എടുത്തേക്കുന്ന പീസെന്ന് പറയുന്നത് 1.25 ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത്. 1.25 ഇഞ്ച് വീതിക്ക് എടുത്തിട്ട് 2ആയിട്ട് മടക്കി അതിനകത്തു നിന്നാണ് 4 ഇഞ്ച് അളവിലാണ് ഈ തയ്ക്കുന്നത്. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വലിഞ്ഞു പോകാത്ത രീതിയിൽ തയ്ക്കും. ഇത് കറക്റ്റായിട്ടിരിക്കും. കാരണം ഈ കോട്ടിന് വരുന്ന പീസുകളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള പീസുകളാണ്. അതുകൊണ്ട് നമ്മൾ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. കൂടുതലും കോട്ടൺ ആയിരിക്കും. പാൻറ്റിൻ്റെ കൂട്ടുള്ള പീസല്ലേ. എന്നിട്ട് തയ്യൽ തുമ്പ് അധികം അങ്ങുഞ്ഞൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തിട്ട് ഈ കട്ട് മാർക്ക് ഇടാൻ മറന്നു പോകരുത്. കട്ട് മാർക്ക് ഇടുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, തയ്യലിൽ കൊള്ളരുത്. തയ്യൽ കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടി ഊരിപ്പോരും. എന്നിട്ട് ഇങ്ങനെ മടക്കി വെച്ച് മുകളിൽ കൂടെ അങ്ങ് തയ്ക്കുന്നവരുണ്ട്. അങ്ങനെയും തയ്ക്കാം. അതല്ലാതെ ഞാനിപ്പോൾ ഇത് അങ്ങനെ വെച്ചിട്ട് പതിച്ച് വെച്ചടിക്കുകയാണ്. പതിച്ചടിക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച തുമ്പയിലോട്ട് തയ്ച്ച് വെച്ച ആ ക്രോസ് പീസയിലോട്ട് തുമ്പ് വരത്തക്ക രീതിയിലാണ് തയ്ക്കേണ്ടത്. അതിനുശേഷം ആ പീസ് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് പുറമേ തയ്ക്കുക. ഒരു കറക്റ്റ് 4 ഇഞ്ച് ഒരു പോയിൻ്റ് തയ്ച്ചാൽ മതി. പ്രസർ വീതി 4 ഇഞ്ചെന്ന് പറയുന്നതിനേക്കാൾ പ്രസറിൻ്റെ വീതി കറക്റ്റായിട്ട് ആ പ്രസർ വീതിക്ക് തയ്ച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിലങ്ങ് ഇരുന്നോളും. അകത്തെ പീസ് നമ്മൾ ആ തയ്ച്ച ക്രോസ് പീസ് അകത്തോട്ട് മടക്കി വെക്കാൻ മറന്നു പോകരുത്. അകത്തോട്ട് മടക്കി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ തയ്യൽ അത് പെടാതിരിക്കത്തില്ല. കറക്റ്റായിട്ട് തയ്യൽ പെടും. ഈ 4 ഇഞ്ചിനാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ കറക്റ്റായിട്ടത് തയ്ച്ചെടുക്കണം. അതിൻ്റെ വളവിൻ്റെ അനുസരിച്ച് നമ്മുടെ കൈയും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പീസൊന്ന് തിരിച്ചു കൊടുക്കാൻ മടിക്കരുത്. അങ്ങനെ തിരിച്ചു കൊടുത്താലേ ആ ഷേപ്പ് കറക്റ്റ് ആകത്തുള്ളൂ.
ഉണ്ടോ? അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ വന്നു. ഇനി നമുക്ക് അടുത്ത കൈയുടെ ഭാഗം വേറെ രീതിയിൽ ചെയ്യാം. അത് ഇതേപോലെ തന്നെ തയ്ച്ചങ്ങ് നമ്മൾ മറ്റേ കൈ അറ്റാച്ച് ചെയ്ത പോലെ തന്നെ തയ്ച്ചങ്ങ് വെക്കണം. അത് ഞാൻ കാണിച്ചില്ലെന്നേ ഉള്ളൂ. എന്നിട്ട് തുമ്പ് ഉള്ളത് വേസ്റ്റ് കട്ട് ചെയ്ത് കളയുക, ചെറുതായിട്ട് കട്ട് മാർക്ക് ഇടുക. അതും കറക്റ്റ് മറ്റേത് അറ്റാച്ച് ചെയ്തതുപോലെ തന്നെയാണ്. 4 ഇഞ്ച് വീതിക്ക് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്ന് കൈ കൊണ്ട് നഖം കൊണ്ടൊന്ന് പോറിയെടുക്കണം. എന്നിട്ട് നമ്മൾ പതിച്ച് തയ്യൽ അങ്ങ് ഒഴിവാക്കി, പതിച്ച് തയ്യൽ ഒഴിവാക്കിയിട്ട് തിരിച്ച് വെച്ചിട്ട്, അതും നല്ല സൈഡിൽ നിന്ന് ചീത്ത സൈഡിലോട്ടാണ് അടിച്ചേക്കുന്നത്. എന്നിട്ട് ചീത്ത സൈഡിൽ നിന്ന് തന്നെ അതിൻ്റെ ഓരത്തൂടെ, നമ്മുടെ ഈ പൈപ്പിങ് പോലെ വന്ന ആ പീസിൻ്റെ ഓരത്തൂടെ അങ്ങ് അടിച്ചാൽ മതി. പക്ഷേ മറ്റേതാണ് കുറച്ചുകൂടെ ഫിനിഷിങ്, സ്റ്റിച്ചിങ് പുറത്ത് വരുന്നത് മറ്റേതാണ്. അപ്പം നല്ല ഫിനിഷിങ് വരും. ഇതിനകത്ത് ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ആ പതിച്ചടിക്കുന്ന ആ ഒരു തയ്യലിൻ്റെ കുറവ് വരും, അതൊന്ന്. രണ്ടാമത് ഇത് നമുക്ക് അടിവശത്തെ പീസെ കൊണ്ടില്ലയോ എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. ആ അടിവശത്തെ പീസെ തന്നെയാണല്ലോ അടിക്കുന്നത്, ക്രോസ് പീസയിലാണ് അടിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. രണ്ടും ഒരേ രീതിയിലാണ് വരുന്നത്, 2 രീതിയിൽ തെച്ചു എന്ന് മാത്രം. പക്ഷേ ഫിനിഷിങ് ആദ്യം തെച്ചതാണ്, പുറത്തുകൂടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ തയ്യലിൻ്റെ ഫിനിഷിങ് നല്ല രീതിയിൽ അത് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു രീതിയിലൂടെ ചെയ്യുന്നുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും, ഒരുപാട് സമയം പോകും. അടുത്ത കുറച്ചുകൂടെ നല്ല രീതിയിൽ കുറച്ച് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മാർഗ്ഗം കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാം. കോളർ ഇതും വേറെ രീതിയിലും ചെയ്യാം, ഈ നെക്ക് അടിക്കാതെ തന്നെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ കോളറിൻ്റെ ആ നെക്ക് എത്രയാണോ കട്ട് ചെയ്തേക്കുന്നത് അത്ര അളന്ന് നോക്കിയിട്ട് അതേപോലെ ഒരു കോളർ കട്ട് ചെയ്തെടുക്കണം. കോളർ കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡബിൾ പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒരു ഡബിൾ പീസാണ് മടക്കിയിട്ടിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. എന്നിട്ട് കറക്റ്റ് അളവ് കഴിഞ്ഞിട്ട് ഒരു ചായച്ച് 1/2 ഇഞ്ച് ചരിവിൽ കട്ട് ചെയ്യുക. കാണുന്ന ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത എളുപ്പം. ഇനിയിപ്പം നമ്മൾ ആ പീസുകൾ തമ്മിൽ തയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 2 സൈഡൂടെ ആ കോളറിൻ്റെ 2 സൈഡൂടെ അടിക്കണം. 2 സൈഡ് അടിച്ചതിന് ശേഷം തിരിച്ചിടണം. നമ്മൾ ആദ്യമേ തന്നെ നെക്ക് നമ്മൾ ടേപ്പിന് അളന്ന് നോക്കിയിട്ടുണ്ട്. അളന്ന് നോക്കി എത്ര ആണോ വേണ്ടത് അതിനേക്കാൾ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയേ എടുക്കാവൂ. എന്നിട്ട് വേണം നമ്മളിവിടെ തയ്ക്കുമ്പോൾ അത് ഉള്ളിൽ പോകും. കോളർ വെച്ച് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ചെറുതായിട്ടൊരു ഷേപ്പ് ഇടേണ്ടത്. എന്നിട്ട് തിരിച്ചിടുക. കത്രി വെച്ച് തിരിച്ചിട്ടിട്ട് പോയിൻ്റ് വരുത്താൻ കത്രി വെച്ച് കുത്തുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കത്രിക്ക് ഒരു സ്വല്പം കുത്തുന്ന ഇച്ചിരി ശക്തി കൂടിപ്പോയി കഴിഞ്ഞാൽ കീറി അങ്ങ് പോവും. അതുകൊണ്ട് സൂചി കൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലതുപോലെ ഒന്ന് കൈവച്ച് പോറി ചെയ്യുക. കോളർ 2 കൂടെ മാറിപ്പോയിരിക്കാൻ 2 ഭാഗവും കൂടെ ഒന്ന് തയ്ക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ എന്നിട്ട് കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. കോളറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെങ്കിൽ നമ്മുടെ കോട്ടിൻ്റെ ബാക്ക് പീസിൻ്റെ സെൻറ്ററിലെത്തണം. ആ സെൻറ്റർ ഉണ്ടോ? എന്നിട്ട് നമുക്ക് വേണ്ടത് ആ നെക്കിൻ്റെ എൻഡിൽ നിന്ന് വേണം തുടങ്ങാൻ. ഒരു പീസയിലായിരിക്കണം ചെയ്യേണ്ടത്. മറ്റേ പീസ് അവിടുന്ന് ആ അകത്ത് നമ്മൾ വേറെ പീസ് വെച്ചേക്കുന്നത് മടക്കി ഇങ്ങോട്ട് വെക്കാനുള്ളതാണ്. അതിൽ വെച്ച് അറ്റാച്ച് ചെയ്യണം. കുറച്ചുകൂടെ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 2 പീസ് കൂടെ ഒരുമിച്ച് മടക്കി വെച്ചങ്ങ് തയ്ച്ചാൽ മതി. പക്ഷേ ഇത് തുടക്കക്കാർക്കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസിൽ തയ്ക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് കറക്റ്റ് ആ ജോയിൻറ്റിൽ കട്ട് മാർക്കിലെത്തി. അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ആ നമ്മൾ നെക്ക് തെച്ചിട്ടേക്കുന്ന ആ എൻഡിൽ വേണം അത് വരുത്താൻ. കോളറിൻ്റെ ആ എൻഡ് അവിടെ എത്തണം. അങ്ങനെ തയ്ച്ചിട്ട് നമുക്ക് മറ്റേ പീസ് ഇങ്ങോട്ട് മടക്കി വെച്ചാൽ മതി. എന്നിട്ട് ആ വാല് പോലുള്ള പീസ്, അതായത് പടിയുടെ പീസ് വീണ്ടും അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ ആ തയ്യൽത്തുമ്പോൾ അങ്ങ് ഉള്ളിൽ പോകും. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്.
അതേപോലെ രണ്ട് സൈഡും അതേപോലെ ചെയ്യണം. ഇത് ചിലപ്പോൾ കുറച്ച് പ്രയാസമായിട്ട് തോന്നാം. അടുത്തത് വേറൊരു കോളർ തയ്ക്കുന്നതുകൊണ്ട് അത് ഇതിൻ്റെ അവസാന ഭാഗത്ത് കാണിക്കുന്നത് അത് നോക്കുക. അത് കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു മാർഗ്ഗമായിരിക്കും. ഇനി അതല്ലാതെ 2-3 വിധത്തിൽ ഇത് ചെയ്യാം. അത് ഓരോന്നും ഞാൻ ഓരോ വീഡിയോയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ 2 രീതിയിൽ കോളർ അറ്റാച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അത് നോക്കുക. ഇടയ്ക്ക് 1-2 കട്ട് മാർക്ക് ചെയ്യുക. കട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ തുമ്പ് ഓവർലോക്ക് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ബാക്ക് കഴുത്തിൻ്റെ ഭാഗം വരുന്നത് മാത്രം ഓവർലോക്ക് ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ പടിയിൽ കവറിങ് ആയി പോകും. എന്നിട്ട് തിരിച്ചിട്ടിട്ടൊന്ന് കൈകൊണ്ടൊന്ന് ആക്കുക. നല്ലപോലെ കൈകൊണ്ടൊന്ന് നല്ലപോലെ വിരൽ കൊണ്ടൊന്ന് പോറി റെഡിയാക്കുമ്പോൾ ഓക്കെ. അതുണ്ട്. അങ്ങനെ 2 ഭാഗവും നല്ലപോലെ ഇരിക്കും. തയ്യൽ തുമ്പൊന്നും കാണില്ല. അതങ്ങ് ഉള്ളിൽ പോകും. തയ്യൽ തുമ്പ് അങ്ങ് ഉള്ളിൽ പോകും. ആ പടി ഇങ്ങനെ കവർ ചെയ്തിരിക്കും. എന്നിട്ട് അവിടെ ഓവർലോക്ക് ചെയ്യേണ്ടവർക്കാണെങ്കിൽ ഓവർലോക്ക് ചെയ്യാം. നമുക്ക് അതിൻ്റെ മുകളിലേക്കൂടെ ഒരു തയ്യൽ വയ്ക്കണം. ആ തയ്ച്ച കോളറിൻ്റെ ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ ഒരു തയ്യൽ, കോളറിൻ്റെ എൻഡ് മുതൽ എൻഡ് വരെ. അറ്റാച്ചിങ് ആണ്. അറ്റാച്ച് ചെയ്ത ഭാഗത്താണ്. കോളറിൻ്റെ മൊത്ത ഭാഗത്ത് അടിക്കേണ്ട. അറ്റാച്ച് ചെയ്ത ഭാഗത്ത് ആ എൻഡിൽ നിന്ന് ഈ എൻഡ് വരെ, നെക്കിൻ്റെ എൻഡ് വരെ, നെക്ക് ടു നെക്ക് അതൊന്ന് തയ്ക്കുക. അതും 4 ഇഞ്ച് വീതിക്കാണ്. പ്രസർ വീതിക്ക് തയ്ച്ചാൽ മതി. ഇനി നമുക്ക് ആ ഫ്രണ്ട് പടിയേൽ ഇതേപോലെ തന്നെ ഒരു പ്രസർ വീതിക്ക് തയ്ക്കണം. ഫ്രണ്ട് പടി പ്രസർ വീതിക്ക് ഒരറ്റത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ അറ്റത്ത് കൊണ്ട് നിർത്തിയാൽ മതി. ഈ അറ്റത്തുനിന്ന് തുടങ്ങി നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ നെക്കിൻ്റെ അവിടെ വന്ന് സൂചി കുത്തി നിർത്തിയതിന് ശേഷം വേണം തിരിക്കാൻ. എന്നിട്ട് കോളറിൻ്റെ മുകളിൽ അവിടെയും ഒരു 4 ഇഞ്ച് വീതിക്ക് അടിക്കണം. ആ നമ്മൾ നൂല് പൊട്ടിക്കുകയേ വേണ്ട. പടിയുടെ ഒരു എൻഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പടിയുടെ എൻഡിൽ അവസാനിപ്പിക്കത്തക്ക രീതിയിലാണ് പോകുന്നത്. ഇങ്ങനെ തയ്ച്ചങ്ങ് പോവാം. താഴെ അറ്റം വരെ തയ്ച്ചു. അത് തയ്ച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് സൈഡ് അടിക്കാം. സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. ആ മാർക്കിൽ കൂടെ അങ്ങ് അടിച്ചാൽ മതിയില്ല. താഴെ ബോട്ടത്തിൽ നിന്ന് 2.5 ഇഞ്ച് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം കഴിഞ്ഞതിന് ശേഷമുള്ള 1.5 ഇഞ്ചാണ് നമ്മൾ അധികം ഇട്ടിട്ടുള്ളത്. ബോട്ടത്തിൻ്റെ മടക്കി അടിക്കേണ്ട ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ച് കൂടെ നമ്മൾ മുകളിലോട്ട് ഓപ്പണിന് വേണ്ടി ഇട്ടിട്ടുണ്ട്, സ്ലിറ്റ് പോലെ. അങ്ങനെ സൈഡ് 2 അടിച്ചു. നമ്മുടെ ആ ഓപ്പണാണ്, സൈഡ് ഓപ്പൺ, സൈഡ് സ്ലിറ്റ്. നമ്മുടെ ടോപ്പിനൊക്കെ സൈഡ് സ്ലിറ്റ് അടിക്കുന്ന പോലെ തന്നെ ഇതിനും. അത് ചില കോട്ടുകൾക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ. അപ്പം അല്ലാതെ ലിബർട്ടിയാണ് അടിക്കുന്നതെങ്കിൽ, ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈഡ് കോണ് പോലെ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്, അതേ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇത് സ്ലാക്കാണ്, നേരെയാണ് തയ്ക്കുന്നത്. അങ്ങനെ 2 മടക്കി ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ തയ്ക്കണം. അങ്ങനെ 2 ഭാഗത്തും 2 സൈഡും. നമുക്ക് ബോട്ടം മടക്കി അടിക്കണം. ബോട്ടം ആദ്യം ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് 1 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ബോട്ടം മടക്കി അടിക്കേണ്ടത്. ബോട്ടം നമ്മൾ ആ താഴെ എൻഡിൽ നിന്ന് തുടങ്ങണം. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഓപ്പൺ പോലെ തുറന്നിരിക്കത്തില്ല. അത് കറക്റ്റായിട്ട് ദൂരെ വെച്ച് ഒന്നുകൂടെ ഒന്ന് നോക്കണം. ഒരു പകുതി അടിച്ചതിന് ശേഷം നോക്കണം ഇങ്ങോട്ട് വലിഞ്ഞ് താഴോട്ട് വരുന്നുണ്ടോ എന്ന്. അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തികേടായിട്ട് നിൽക്കും, അപ്പ് ആൻഡ് ഡൗൺ ആവും. അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് വേണം ഇത് 2 കൂടെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് വേണം, മാർക്ക് ചെയ്തിട്ട് വേണം വീണ്ടും അടുത്ത പീസ് മടക്കാൻ, ബാക്കിൻ്റെ ഭാഗം. നമ്മുടെ കോട്ട് ഒരു രീതിയിലുള്ളത് തയ്ച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഉണ്ടോ?
ബോട്ടം മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിഞ്ഞാലോ, കോട്ടിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി ബട്ടൺ അടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉണ്ടോ? അതേപോലെ മടക്കി തേച്ച് കഴിഞ്ഞാൽ ബട്ടണോടെ വെച്ചിട്ട് തേച്ച് കഴിയുമ്പോൾ കറക്റ്റാവും. ഒരു രീതിയിലുള്ള കോട്ടാണ് ഈ അടിച്ച് വെച്ചേക്കുന്നത്. അടിച്ച് കഴിഞ്ഞു. എന്തെങ്കിലും സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാൻ നമ്പർ അതിലുണ്ട്. എന്നെ കണ്ടറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വേറൊരു രീതിയിൽ ഒരു കോളറൂടെ പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്, കോളറും ബോട്ടം ഭാഗവും. അതിനെയും ബാക്കിയുള്ളത് തയ്ക്കുന്നൊന്നും എല്ലാം അതേപോലെ കാണിക്കണ്ടല്ലോ. ഞാൻ ചെറുതായിട്ട് അതിന് വേണ്ടിയിട്ട്, സാമ്പിളിന് വേണ്ടിയിട്ട് ചെറിയ ഒരു കഷ്ണം മാത്രം കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. കട്ട് ചെയ്ത് അതിൻ്റെ ബാക്കും എല്ലാം ഷോൾഡറും എല്ലാം ജോയിൻറ്റ് ചെയ്തു. നെക്കിൻ്റെ ഭാഗവും ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കോളർ അതേപോലെ തന്നെ നമ്മൾ കോളർ അളന്നിട്ട് കോളർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോളർ കട്ട് ചെയ്തിട്ട് കോളറിനെ നിവർത്തിയിട്ട് ഒരു ഭാഗം ഒരു 4 ഇഞ്ച് വീതിയിൽ അകത്തോട്ട് മടക്കി അടിക്കണം. ചീത്ത സൈഡിലോട്ടാണ് മടക്കി അടിക്കേണ്ടത്. 4 ഇഞ്ച് രീതിയിൽ ആ ഷേപ്പ് വരുന്ന ഭാഗം മടക്കി അടിക്കുക. മടക്കി അടിച്ചതിന് ശേഷം തിരിച്ചിട്ട് നമുക്ക് തയ്യൽ തുമ്പ് പുറത്തോട്ട് തള്ളി നിൽക്കണം. അതായത് ഒരു 4 ഇഞ്ച് പുറത്തോട്ട് നിർത്തിയിട്ട് വേണം നമുക്ക് ആ സൈഡ് ജോയിൻറ്റ് ചെയ്യാം. സൈഡല്ല, ആ കോളറിൻ്റെ കോൺ ഭാഗം, കോളറിൻ്റെ 2 എൻഡും അതേപോലെ ജോയിൻറ്റ് ചെയ്യുക. തയ്യൽ തുമ്പ് ഇങ്ങോട്ട് എക്സ്ട്രാ ഇട്ടേക്കണം. നമ്മൾ മടക്കി അടിച്ചത് കഴിഞ്ഞിട്ട് വേണം നിൽക്കാൻ. എന്നിട്ട് നല്ലപോലെ തിരിച്ചിട്ട് പോയിൻ്റൊക്കെ ക്ലിയർ ചെയ്യണം. ഇപ്പോഴും പറയുന്നതാണ്, കത്രിക വെച്ചതിൻ്റെ സൂചി അവിടെ നിന്ന് താഴെ പോയി, അതുകൊണ്ടാണ് ഞാൻ കത്രിക വെച്ച് കുത്തുന്നത്. കത്രിക വെച്ച് അങ്ങനെ കുത്തിയാൽ കോളർ കീറിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സെൻറ്റർ മാർക്ക് ചെയ്യുക. കോളറിൻ്റേതും നമ്മുടെ കോട്ടിൻ്റെ ബാക്ക് പീസും സെൻറ്റർ മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ല സൈഡിൽ നിന്ന് അടിച്ച് ചീത്ത സൈഡിലോട്ട് അങ്ങ് അടിക്കുകയാണ്. ഒരു ഭാഗമാണ് ചെയ്യേണ്ടത്. നമ്മുടെ തയ്യൽ തുമ്പുള്ള ഭാഗം, മടക്കി അടിച്ച ഭാഗം അങ്ങ് വിട്ടേക്കണം പുറത്തോട്ട്. അതായത് നിവർന്ന് വേണം തയ്ക്കാൻ. നിവർത്തി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അങ്ങനെ ആ നെക്കിൻ്റെ മടക്കി അടിച്ച ഭാഗത്തു നിന്ന് മറ്റേ നെക്കിൻ്റെ ആ മടക്കി അടിച്ച ഭാഗം വരെ കോളറിൻ്റെ ഒരു ഭാഗം, ഒരു ഓപ്പൺ ഇട്ടേക്കുന്ന ഭാഗം മാത്രമാണ് തയ്ക്കേണ്ടത്. എന്നിട്ട് ചെറുതായിട്ട് 2-3 കട്ട് മാർക്ക് ഇടുക. ആ തയ്യൽ തുമ്പ് അകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഷർട്ടിൻ്റെ കോളർ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള വീഡിയോകളിലുണ്ട്. അതേപോലെ തന്നെ അതിനുള്ളിലോട്ട് എടുത്ത് വെക്കുക. കറക്റ്റ് കവർ ചെയ്ത് അങ്ങ് അടിക്കും. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഓവർലോക്കിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. എങ്ങും ഓവർലോക്ക് ചെയ്യാനൊന്നുമില്ല. കഴുത്തിൻ്റെ ഭാഗത്തൊന്നും പുറത്തൊന്നും ഓവർലോക്ക് കാണത്തുമില്ല. കറക്റ്റായിട്ട് ആ കോളറിൻ്റെ പീസ് കൊണ്ട് തന്നെ കവറിങ് ആയി അങ്ങ് പോകും. ഇനി അതേപോലെ തന്നെ ഫ്രണ്ട് പീസ് 4 ഇഞ്ചിനുള്ളത് ഈ അറ്റത്ത് ഊന്നടിച്ച് അങ്ങ് അറ്റം വരെ കൊണ്ടുവരും. ഈ ബോട്ടം കൂടെ അടിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് കാണിച്ചാൽ. അത് മറ്റേത് നമ്മൾ നേരെ സ്ലാക്ക് രീതിയിലാണ് അടിച്ച്. ഇത് നമുക്ക് ലിബർട്ടിയാണ് അടിക്കേണ്ടത്. അതിന് 2 രീതിയിൽ തയ്ക്കാം. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം ബോട്ടം അടിക്കാൻ നമ്മൾ ഒന്ന് മടക്കി അടിക്കുക. ഒരു ഭാഗം മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി അടിക്കണം. അപ്പോൾ ആ രീതിയിൽ ബോട്ടം ചെയ്യാം. ആദ്യം വെച്ച് നമ്മളങ്ങ് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പടി അകന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അടിച്ചു വെച്ചത്. ഇതാദ്യം ഒരു തയ്യൽ ഒരു 4 ഇഞ്ച് വീതിക്ക് മടക്കി ഒരു തയ്യൽ തയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി ആ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ 4 ഇഞ്ച് വീണ്ടും ഒന്നുകൂടെ മടക്കി. വളരെ വേഗം അടിക്കാൻ പറ്റും. ഇത് ലിബർട്ടിയാണ്. ഇങ്ങനെ വളഞ്ഞ് വരുന്ന ഭാഗം വളഞ്ഞാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മടക്കൂടെ അങ്ങ് മടക്കണം. 2 മടക്ക് മടക്കിയിട്ട് അത് ഇച്ചിരി റിസ്ക്കാണ്. ഇച്ചിരി നല്ലപോലെ ശ്രദ്ധിച്ചടിക്കണം. ഈ താഴത്തെ പീസ് ഇച്ചിരി വലിച്ചു പിടിച്ച് വേണം അടിക്കാൻ. മുകളിൽ നമ്മൾ മടക്കി കൊടുക്കുന്ന പീസ് ഒരു കാരണവശാലും വലിക്കരുത്. താഴത്തെ പീസ് വേണം ചെറുതായിട്ട് വലിച്ചിട്ട് അടിക്കാൻ. അപ്പോൾ അതിനകത്ത് ഇതാണ്, ഒരു തയ്യലിൻ്റെ ഒരു കുറവ് വരും എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ 2 ഫ്രണ്ട് പീസും
ബാക്ക് പീസും ബോട്ടം മടക്കി അടിക്കണം. മറ്റേത് അവസാനമായിരുന്നു ബോട്ടം മടക്കി അടിച്ചെങ്കിൽ ഇത് സൈഡ് കൂട്ടുന്നതിന് മുമ്പ് വേണം ഇതിൻ്റെ ബോട്ടം മടക്കി അടിക്കാൻ. എന്നിട്ട് അത് മറ്റേത് ചെയ്തതുപോലെ തന്നെ സൈഡ് മടക്കി അടിക്കുക. അത് തന്നെ, അതെല്ലാം ഒന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ കോളറിനാണ്ട് ഇങ്ങനെ ഒരു നെക്കിൻ്റെ പൊസിഷൻ പോലെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ചായച്ച് അങ്ങനെ അടിച്ചാൽ നല്ലതാണ്. അങ്ങനെ അടിച്ചില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, അടിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ കോളറിൻ്റെ ഭാഗത്ത് കോളറയിലോട്ട്. എന്നിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ വെക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ട് ഇതേപോലെ മടക്കുക. ഇത് ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തൊരു ചെറിയ കഷ്ണം പീസാണ്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കോളറിൻ്റെ അതൊന്നും തയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഉണ്ടോ? ഇനിയിപ്പം നെക്ക് ഇച്ചിരി വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മടക്കിനെ മാത്രം ഒന്ന് വലുതാക്കാണ്ട് നെക്ക് ഇച്ചിരിയുടെ താഴോട്ട് വേണം, ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് താഴോട്ടാക്കിയാൽ മതി. ഇതിപ്പം ചെറുതായിട്ട് മുകളിലോട്ട് മടക്കി വെച്ച് കഴിയുമ്പോൾ നെക്ക് കുറവ് മതി എന്നുള്ളവർക്ക് അങ്ങനെ. ഓക്കെ.